പ്രിയപ്പെട്ടവരെ, ഡിവൈഎഫ്ഐയുടെ 16-ാം സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ പ്രതിനിധി സമ്മേളനം തൃശ്ശൂരിൽ നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള 600 പ്രതിനിധികളും ലക്ഷദ്വീപിൽ നിന്നുള്ള 20 സൗഹൃദ പ്രതിനിധികളും ഉൾപ്പെടെ 620 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന രക്തസാക്ഷി കുടുംബസംഗമം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 50,000 പേർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് ചടങ്ങിൽ പങ്കെടുക്കും. ജെയ്സൺ ചാമോളപ്പിലുണ്ട് ഇപ്പോൾ സ്ഥലത്ത്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അപ്പോൾ അങ്ങനെ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം പുരോഗമിക്കുകയാണ്. എപ്പോഴാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്ന് അല്പസമയത്തിന് ഏകദേശം 10:00 പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാനുണ്ട്. അങ്ങനെ തുടങ്ങി അവസാനം ഈ കഴിഞ്ഞ ദിവസം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയം വരെ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ഒരു മാറ്റം ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സംഘടനാ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കേണ്ടതിൻ്റെ ആവശ്യമൊക്കെ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൻ്റെ തണലിലായിരുന്നു എന്ന ആരോപണം, ഗുരുതരമായ ആരോപണം, സമരങ്ങളില്ലായിരുന്നു എന്നുള്ള ആരോപണം, ഇതിനെല്ലാത്തിനും ഈ സമ്മേളനം ചർച്ചയാകും, ആ ചർച്ചാ വേദിയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയുള്ള കാലം എന്നത് വലിയ സമരങ്ങളുടെ കാലമാണ്. ആ സമരങ്ങളുടെ കാലത്തിലേക്ക് ഡിവൈഎഫ്ഐയെ ഒരുക്കുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ചർച്ചകൾ കഴിഞ്ഞ് 2-3 ദിവസം നടക്കുന്ന സമ്മേളനത്തിലുണ്ടാകും. പ്രതിനിധി സമ്മേളനം പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും വിവിധ സമയങ്ങളിലായി സമ്മേളനത്തിൽ പങ്കെടുക്കും. ഏതായാലും വരും കാലങ്ങളിൽ ഡിവൈഎഫ്ഐയെ ഏറ്റവും ശക്തമായി ഇനി മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്ന ഒരു സമ്മേളനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ചർച്ചകളുണ്ടാകും. ഈ സമ്മേളനത്തിൽ വിമർശനങ്ങളുണ്ടാകും. പാർട്ടി ഭരണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ടാകാം, CPM-മായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ടാകാം, യുവജന വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ടാകാം. വിമർശനങ്ങളിലൂടെ ഈ സംഘടനയെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമായിരിക്കും പുതിയ ഭാരവാഹികൾക്ക് വരിക. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ചർച്ചകൾക്കായിരിക്കും തൃശ്ശൂർ റീജിയണൽ തിയേറ്റർ വേദിയാകാൻ പോകുന്നത്. പ്രധാനമായും ഭാരവാഹികളുമായി ബന്ധപ്പെട്ട CPM-ന്റെ ഒരു തീരുമാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ തീരുമാനം ഇവിടെ നടപ്പാകുമോ എന്നതാണ് അവരും ഉറ്റുനോക്കുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും 3 ദിവസം തൃശ്ശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐയുടെ സമ്മേളനം ഇനി വരാൻ പോകുന്ന വലിയ സമരത്തിലേക്ക്, സമരങ്ങളും അതുപോലെ തന്നെ ഊർജിതമായ പ്രവർത്തനങ്ങളിലേക്കുള്ള ഒരു ചുവടുവെപ്പാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. 11 മണിയോടുകൂടി സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കും. സമാപന സമ്മേളനം പിണറായി വിജയനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. അരുൺകുമാർ, താങ്ക് യു. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.